ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ വൻ തകർച്ച ഹിമാചൽ പ്രദേശിൽ നിന്നും വരികയാണ്. 68 അംഗ നിയമസഭയിൽ 40 അംഗ ഭൂരിപക്ഷം കിട്ടി. തനിച്ചു ഭരിക്കുന്ന ഇവിടെ കോൺഗ്രസ് രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. കോൺഗ്രസ് വൃത്തങ്ങളെ ഞെട്ടിച്ച് കോൺഗ്രസിന്റെ 6 MLA-മാരും 3 സ്വതന്ത്രന്മാരും BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. ഹിമാചലിൽ 40 MLA-മാർ കൂറുമാറിയത് കോൺഗ്രസിനെ ഞെട്ടിച്ചു. ഇതിന് പിന്നാലെ നിയമസഭയിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയാണ് ഇപ്പോൾ BJP. ഹിമാചലിലെ രാജ്യസഭാ സീറ്റ് BJP പിടിച്ചത് ഇങ്ങനെ: ആകെ നിയമസഭാ സീറ്റ് ഇവിടെ 68, കോൺഗ്രസ് 40, BJP 25, സ്വതന്ത്ര 3. ഒരു രാജ്യസഭാ സീറ്റ് ഒഴിവ് വന്നപ്പോൾ ഇത് കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ്. കാരണം അവർക്കാണ് 40 MLA-മാർ ഉള്ളത്. അങ്ങനെ കോൺഗ്രസ് അവരുടെ അഭിഭാഷകൻ കൂടിയായ അഭിഷേക് സിംഗ്വിയെ മത്സരിപ്പിച്ചു. എന്നാൽ BJP സ്ഥാനാർത്ഥിയെ നിർത്തി 40 MLA-മാരുള്ള കോൺഗ്രസിന് അവകാശപ്പെട്ട രാജ്യസഭാ സീറ്റിൽ വെറും 25 MLA-മാരുള്ള BJP എന്തിനാണ് സ്ഥാനാർത്ഥിയെ നിർത്തിയത് എന്നത് പരിഹാസത്തോടെ കോൺഗ്രസ് കളിയാക്കി. എന്നാൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയും അവിടെ ഇരിക്കട്ടെ എന്നായി BJP. ഹർഷ് മഹാരാജനായിരുന്നു BJP സ്ഥാനാർത്ഥി. ഒടുവിൽ ഫലം വന്നപ്പോൾ എല്ലാവരും ഞെട്ടി. 25 MLA-മാരുള്ള BJPക്ക് 34 വോട്ടുകൾ കിട്ടി. 40 MLA-മാരുള്ള കോൺഗ്രസിനും 34 വോട്ട്, അതായത് 9 വോട്ടുകൾ കൂടുതൽ BJPക്ക് കിട്ടി. 3 സ്വതന്ത്രന്മാരും 6 കോൺഗ്രസ് MLA-മാരും BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. മത്സരം ബലാബലവും സമാസമവും വന്നതോടെ നറുക്കിടാൻ തീരുമാനിച്ചു. നറുക്കിട്ടപ്പോൾ നറുക്ക് വീണത് BJPയുടെ സ്ഥാനാർത്ഥിക്ക്. അങ്ങനെ ഹിമാചൽ പ്രദേശിൽ സംസ്ഥാന സർക്കാരും 40 MLA-മാരും ഉള്ള കോൺഗ്രസ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു. BJPയുടെ ഹർഷ് മഹാജന് എല്ലാ എതിർപ്പുകൾക്കിടയിലും രാജ്യസഭ MP-യായി തിരഞ്ഞെടുക്കുകയായിരുന്നു. ഞെട്ടിക്കുന്ന തോൽവിക്ക് തൊട്ടു പിന്നാലെ തെരഞ്ഞെടുപ്പ് എന്നെ ഒരു പാഠം പഠിപ്പിച്ചു. ആളുകൾക്ക് എങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് അവരുടെ തത്വങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും മാറ്റാമെന്ന് കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞ വാക്കുകളാണത്. ക്രോസ് വോട്ട് ചെയ്ത 9 MLA-മാർ തിങ്കളാഴ്ച രാത്രി ഞങ്ങളോടൊപ്പം അത്താഴം കഴിച്ചു. അവരിൽ 3 പേർ രാവിലെ ഞങ്ങളോടൊപ്പം പ്രഭാത ഭക്ഷണവും കഴിച്ചു. എന്നാൽ അവർ എനിക്കെതിരെ വോട്ട് ചെയ്തു. തോറ്റുപോയ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി സിംഗ്വി പറഞ്ഞു. സാധാരണയായി നറുക്കെടുപ്പിൽ വിജയിയുടെ പേരായിരിക്കും എടുക്കുക. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിചിത്രമായ നിയമത്തിന് കീഴിൽ പരാജയപ്പെടുന്ന സ്ഥാനാർത്ഥിയുടെ പേരായിരിക്കും നറുക്കിട്ട് എടുക്കുന്നത് എന്ന് തീരുമാനിച്ചു. അതായത് നറുക്ക് കിട്ടുന്ന ആൾ തോറ്റു. നിർഭാഗ്യവശാൽ എന്റെ പേരായിരുന്നു നറുക്കിട്ടെടുത്തത്. അങ്ങനെ ഞാൻ നറുക്കെടുപ്പിലും തോറ്റു, കോൺഗ്രസ് നേതാവ് പറയുന്നു. വിജയം BJPയുടേതാണെന്ന് വിജയ് ഹർഷ് മഹാജൻ പറഞ്ഞു. സർക്കാരിൽ അതൃപ്തിയുണ്ടെന്ന് MLA-മാർ വാക്കാൽ പറഞ്ഞതിനാലാണ് ക്രോസ് വോട്ടിംഗ് നടത്തിയത് എന്ന് അദ്ദേഹം വാർത്താ ഏജൻസിയായ ANI-യോട് പറഞ്ഞു. രാജ്യസഭാ സീറ്റിനായുള്ള പോരാട്ടം ഇപ്പോൾ കോൺഗ്രസ് സർക്കാരിനെ നിലനിർത്താനുള്ള പോരാട്ടമായി മാറുകയാണ്. സംസ്ഥാന സർക്കാരിന് സഭയുടെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ് BJP. 6 വിമത MLA-മാരെ ഹരിയാന പോലീസ് പിടിച്ചുകൊണ്ടുപോയതായി കഴിഞ്ഞ ദിവസം രാത്രി സുഖു പറഞ്ഞു. MLA-മാരെ പഞ്ച്കുളയിലെ റിസോർട്ടിൽ പാർപ്പിച്ചിട്ടുണ്ടെന്നും ഹിമാചൽ BJP അധ്യക്ഷൻ രാജീവ് ബിന്ദലുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും റിപ്പോർട്ടുണ്ട്. ഹിമാചൽ പ്രദേശിൽ നടന്ന സംഭവ വികാസങ്ങളുടെ സമീപകാല രാഷ്ട്രീയ വീക്ഷണത്തിൽ സംസ്ഥാന സർക്കാരിന് അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മിക അവകാശം നഷ്ടപ്പെട്ടു എന്ന് പറയാനാകും. BJP നേതാവ് കൂടിയായ പ്രതിപക്ഷ നേതാവ് ജയറാം താക്കൂർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.